എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാന്റെ പ്രീസെയിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ 10 കോടി പിന്നിട്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം ഇപ്പോൾ 3000 കടന്നിരിക്കുകയാണ്. ഓരോ തിയേറ്ററിലെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 70% എന്ന എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 6000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എമ്പുരാന്റെ റിലീസിന് ഇനി വെറും 4 ദിവസങ്ങൾ മാത്രം അകലെ നിൽക്കെ ചരിത്ര നേട്ടം കുറിക്കുമെന്ന് ഉറപ്പായ കഴിഞ്ഞ ചിത്രം ഇപ്പോഴത്തെ പുത്തൻ നേട്ടങ്ങളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തമിഴ് ചിത്രങ്ങളൊക്കെ മറികടന്നുകൊണ്ട് എമ്പുരാന്റെ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെന്നൈ സിറ്റിയിലൊക്കെ ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പോലുമുണ്ട്. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ചെന്നൈ സിറ്റിയിൽ ഏകദേശം 27 സെന്ററുകളിലാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പും മലയാളം പതിപ്പും കളിക്കുന്നത്. അതിൽ എമ്പുരാൻ റിലീസ് ദിവസമായ മാർച്ച് 27-ന് ചെന്നൈ സിറ്റിയിൽ മാത്രം 100 ഷോയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷോ കൗണ്ട് ഉള്ളത്. അതിൽ ഇപ്പോൾ തന്നെ 62 ഷോയും റെഡ് അലേർട്ട് എന്ന കാര്യം ഓർക്കുക. ചെന്നൈ സിറ്റിയിലെ പ്രമുഖ തിയേറ്ററുകളിലൊന്നായ സിനിപോൾസ് തൊരേപ്പക്കം ഏകദേശം ആദ്യ ദിവസം എമ്പുരാന് വേണ്ടി കളിക്കുന്നത് 9 ഷോയാണ്. ആ 9 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. ഇനി PVR അണ്ണാ നഗറിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം എമ്പുരാൻ 4 ഷോയാണ് അവിടെ കളിക്കുന്നത്. ആ 4 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ട് ആണ്. അങ്ങനെ നിരവധി തിയേറ്ററുകളിലാണ് ചെന്നൈ സിറ്റിയിൽ മാത്രം ഈ ഒരു മലയാള ചിത്രത്തിന് വേണ്ടി റെഡ് അലേർട്ട് ആയിരിക്കുന്നത്. ഓർക്കുക, മാർച്ച് 27-ന് തമിഴിലെ പ്രമുഖ താരത്തിന്റെ തമിഴ് റിലീസ് ഉണ്ടായിട്ട് പോലും ആ ചിത്രത്തിന് ലഭിക്കാത്ത സ്വീകാര്യതയാണ് മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രമായ അല്ലെങ്കിൽ ബിഗ് ബജറ്റ് ചിത്രമായ എമ്പുരാനെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് കർണാടക ബോക്സ് ഓഫീസിലും കാണുന്നത്. അതുമായി സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ ഡീറ്റെയിൽ ആയൊരു വീഡിയോ അടുത്ത വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.